എല്ലാതും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോത്തിന് നല്ല വളർച്ച കിട്ടാൻ കൊടുക്കേണ്ട തീറ്റകളും അതുപോലെ പോത്തിന്റെ പരിചരണം, അതായത് പോത്തിനെ കൈകുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും MP ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം. പോത്തുകൾ നമ്മൾ രാവിലെ പാടത്ത് കെട്ടിയാൽ പിന്നെ വൈകുന്നേരം കൊണ്ടുപോകുള്ളൂ. പാടത്ത് നല്ല പുല്ലുണ്ട്, അതാണ് മെയിനായിട്ട് കഴിക്കല്. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം കൊടുക്കാറില്ല. വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള സമയത്തൊന്ന് മാറ്റി കെട്ടുന്നത് നല്ലതുണ്ടോ. മാറ്റി കെട്ടില്ലെങ്കിൽ പോത്തിൻ്റെ വളർച്ച ബാധിക്കും. ഒരുപാട് പോത്തുകെട്ടാണ് താങ്കൾ ഇവിടെ നിൽക്കുന്നത്. എന്താണ് പരിപാടി? അപ്പൊ നമ്മൾ പോത്തിനെ കൈകാൻ പോണ്. അപ്പോ കൈകുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഇത് നോക്കാൻ വേറെ ആളുണ്ടോ? താങ്കൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്? എവിടെ? ഇങ്ങോട്ട് ഹായ് തരുമോ? ഹലോ ഹസൻ. ഓക്കെ. ഇതിന്റെ വാലുണ്ടല്ല, വാൽ എപ്പോഴും നല്ല ക്ലീനാക്കി കൊടുക്കണ്ട. കാരണം നിങ്ങൾ ഈച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വാൽ ഉപയോഗിച്ചാണ് നിങ്ങൾ അതിനെ ആട്ടി ഓടിക്കല്. അപ്പൊ അതിന് വേണ്ടി നല്ല എപ്പോഴും നല്ല ക്ലീനാക്കി വെക്കണം. വാലങ്ങനെ നല്ല ചെയ്യണം. അതുപോലെ ഇതിന് ചെവിണ്ടല്ലോ, എപ്പോഴും കഴിക്കുമ്പോൾ ഇതിന് ചെവിയൊക്കെ നല്ല ക്ലീനാക്കി എടുക്കണ്ടോ. കാരണം ഇതൊക്കെ വള്ളത്തിൽ നിൽക്കുന്ന പോത്താണ്. ഫുഡ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വള്ളത്തിൽ ഇങ്ങനെ എപ്പോഴും കിടക്കണം. അതുപോലെ ഈ ഒരു കൊമ്പുണ്ടല്ലോ, ഈ കൊമ്പിന്റെ ഗ്യാപ്പിലൊക്കെ നല്ല ചെള്ളും കാണൊക്കെ ഉണ്ടാവും. അതൊക്കെ എപ്പോഴും ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. ഈ ഭാഗത്ത് നല്ല കഴിച്ചു കൊടുക്കണം. അപ്പൊ ഈ പോത്തുകളുണ്ടല്ലോ, പോത്തേക്ക് വെറും വെള്ളം മാത്രം മതി. ഫുഡ് കുറച്ച് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഈ വെള്ളത്തിൽ കിടക്കാണ് ഈ പോത്തേക്ക് ഏറ്റവും ഇഷ്ടമാണ്. അനാശിതേ, എന്താ പരിപാടി ഇപ്പോ? അപ്പൊ നമ്മള് പോത്തിന് നമ്മൾ വേപ്പെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. എന്തിനാണ് ഈ വേപ്പെണ്ണ നിങ്ങൾ തേക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? തേച്ച് കഴിഞ്ഞാൽ കുറെ ഒക്കെ ഈച്ച ശല്യങ്ങളൊക്കെ കുറഞ്ഞിട്ടും അത് തൊഴുത്ത് കെട്ടികൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നു തുടങ്ങാം. ഓക്കെ. പോത്ത് കെട്ടുമ്പോ അതാ മാക്സിമം അടുപ്പിച്ചിട്ട് വേണ്ട കെട്ടാന്. നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യശാലയിൽ നിന്ന് കിട്ടുന്ന മരുന്നിന്റെ വേസ്റ്റ് ഇത് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ്, എന്നിട്ട് ഇതിന്റെ വെള്ളമായിട്ട് കൊടുക്കല്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് പുളിന്റെ കുരുവാണ്, അത് പൊടിച്ചതാണ്. അത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നല്ല തിളപ്പിച്ചതാണ് കേട്ടോ. ഇത് നമ്മളാണ് പോത്തിനെ കൊടുക്കാൻ പോണത്. അടുത്തത് എള്ളുമുണ്ണാക്കട്ട ഇടുന്നത്. ഇത് മിടുക്കിയാണ് തീറ്റ കേട്ടാ. ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോളത്തോടാണ് ചേർത്ത് കൊടുക്കുന്നത്. മരുന്നിന്റെ വേസ്റ്റ് ആണ് ഇത്. നമ്മൾ ഇതിൽ ചേർത്ത് മുന്നേ ചേർത്ത് ഇതിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടി മിക്സ് ആക്കണം. നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ തീറ്റ കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ വൈക്കോലിട്ട് കൊടുക്കലുണ്ട് കേട്ടോ. കാരണം ഇത്രയും നേരം പച്ചപ്പുല്ലായിരുന്നു കഴിച്ചിരുന്നത്. അപ്പോൾ വൈക്കോലിട്ട് കൊടുക്കുമ്പോൾ ചാണകം ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പോത്ത് വളർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്